എടാ സത്യമായിട്ട് എനിക്ക് ബോധം പോലും ഇല്ല കളിയാ. എനിക്ക് ഒട്ടും ഉറക്കിട്ടായിട്ട് ഒരുമാതിരി ഇരിക്കുക. ഞങ്ങൾ ആദ്യമായിട്ട് കുത്തിയായിരുന്നില്ല, അപ്പൊ ഇവിടെ 1 വേ ഇരിക്കുക. ഫസ്റ്റത്തെ ഇത് ആരും കുത്തിയിട്ടില്ല. ഒന്നും കാണുന്നൊന്നുമില്ല. ഇപ്പൊ ഒരുത്തിനോടെ കണ്ട് അവനെ കിട്ടും കഴിയും. പിന്നെ അങ്ങ് തള്ളും. പിന്നെ അങ്ങ് തള്ളിപ്പോയി ടീം കൺഫ്യൂഷൻ ആകും. ഇത് 1 വേ ആണ്. അടി കിട്ടൂല. ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ വെടിവെക്കാൻ പറ്റില്ല. മറ്റേ എല്ലാരും കൂടെ ഇവിടെ കുത്തിയ പ്രശ്നം മനസ്സിലായി. ഇവർക്ക് നിക്കാൻ പറ്റൂല. അതാ ഞാൻ ആദ്യമേ കുത്തിയിട്ട് നോക്കുമ്പോ ബാക്കിയുള്ളവരൊക്കെ വണ്ടി നിർത്താണ്ട് പോണ്. ഞാൻ അപ്പത്തിന്റെ റേഡിയോ കോൾ എടുത്തടാ വിറ്റിട്ട് പോവല്ലടാ എന്ന് പറഞ്ഞിട്ട് റേഡിയോ കോൾ പറഞ്ഞപ്പോ എല്ലാരും സ്പോട്ടിൽ കുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി കാഷ്വാലിറ്റി വരത്തില്ലായിരുന്നു. ഞാൻ ജാമായിപ്പോടാ. ചെയ്യാൻ പറ്റില്ല. നമ്മള് ബിൽഡിംഗ് കുത്തിക്കോണേ. ഇവിടെ കൊണ്ടുവന്നിരിക്കും. ഇവിടെ വെടിയാക്കും. ഒരു എന്ത് മീര നിനക്ക് അവിടെ കിട്ടിയല്ലേ? ഈ സമയത്താണ് ആദ്യമേ പറഞ്ഞില്ല. ആദ്യമേ റൈറ്റ് ഇറങ്ങാൻ ആദ്യമേ ഞാൻ പറഞ്ഞില്ലായിരുന്നു. അത് സംഭവം എന്തെങ്കിലും ഇവരുടെ റൈറ്റിലേക്ക് ഇറങ്ങും. അവന്മാരുടെ റൈറ്റ് ആംഗിളേ വരുള്ളൂടാ. അതെ അതെ, അതുകൊണ്ടാണ് നമ്മള് ആദ്യമേ ചെയ്തത്. ഓ നൈസടാ. അത് എത്ര എണ്ണം ഓടി വന്നതല്ലേ. അടുത്ത പിക്കുള്ള കാണിച്ച ഈകളെ പിക്കുണ്ട്. പക്ഷെ പക്ഷെ അത് രായന്റെ തലയായിരുന്നു. എടാ തികോടെന്തി അവൻ പോയോ? അവന് കളിച്ചിട്ട് അവന്റെ പി ഒ കാണിക്കാൻ പിക്കുണ്ടോടാ നിനക്ക്? എന്നെ ആരോ തട്ടി താഴെ ഇട്ടറാ. ഞാൻ കുഴി വീണ്. ഞാൻ കഞ്ചാവ് പിയോവി. എനിക്കത് മനസ്സിലായില്ല. ആദ്യം സസ് അടിച്ച് തല വെടി പോകുന്നില്ല. അതാ കൊരങ്ങനാ അവ എന്റെ പിയോയിക്കാണോ മറ്റേ കല്ല് കയറിന്റെ അടിയിൽ തല മണ്ണ് കളഞ്ഞു. വാൾപേപ്പറിൽ ആരാ? നീയാണോ? റോൾ മോഡൽ ഗോഡ കാണിച്ചേ. കോട അവിടെ വാരിന്ന് പറയണ കേട്ടോ പിള്ളേര്. സംഭവം ട്രിക്കി സിറ്റി കയറാത്ത അവന്റെ പേര് ദിഗോടെന്നായോണ്ടാണ്. ഈഗോ അടിച്ചിട്ടാണ് കയറാത്ത. ഇതേത് ഗെയിമാണ്? ഇതേത് ഗെയിമാണ്? നമ്മളെ രണ്ടുപേരും ഒരേ കണക്കിരിക്കും. ഞാൻ ഉള്ള കളർ എല്ലാം കൂടെ കൂട്ടിയിട്ട് അറിയണ്ടേ. എടാ അപ്പൊ അവരുടെ കൂടത്തില്ലേ? അത് നമ്മുടെ ടീമായിരുന്നു. ഞാൻ ഇപ്പൊ അടിച്ചിട്ടേനെ അവനെ. 2 റൗണ്ട് അടിച്ചെന്ന് ഞാൻ പെട്ടടാ. ഒന്നും ചെയ്യാൻ ഓ നൈസ്. നല്ല എത്ര കോൺഫിഡന്റ് ആയിട്ട് കോൾ വിളിക്കാൻ തന്നെ കുത്തണം. ഓ നൈസറാ. അത് കുമ്മി. ഞാൻ ഇപ്പൊ രണ്ടുപേരും ഓടി. അത് ചോപ്പാണ്. ഞാൻ ഇത് നമ്മുടെ ഞാൻ കൂടെ കയറിയപ്പോ എന്നെ കൊന്നു. അയ്യോ നീ ഡൗൺ ആവോ? ചെറിയൊരു ഇന്നത്തെ സിറ്റുവേഷൻ അണ്ണന് പിരിയേറ്റേ.
അണ്ണാ അടി പൊട്ടുമ്പോ ഞാൻ ആ ഏരിയയിലേ ഇല്ലട്ടണ്ണ. ഞാൻ വണ്ടി കാരണക്കാരന്റെ POV കാണട്ടെ. അടാ അടിയടക്കണേ. ഓ അതിന് മുമ്പ് ഇറങ്ങോടാ എടാ നിന്റെ കൂടെ കളിച്ചാൽ മതിയായിരുന്നു. നല്ലൊരു ഇൻഫോ ആയിരുന്നു ഓക്സി. അടി അടക്കണാണെന്ന്. അടിയടക്ക ഞാൻ ഇപ്പുറത്ത്. ഇതാണ് ചന്ദ്രന്റെ പിക്കല്ലാണ്. അത് അസിസ്റ്റ് ആയിട്ടാ. അത് അവന് കിട്ടില്ല, അത് അവന് കിട്ടില്ല, അവന് കിട്ടില്ല. ഓ അത് തല കേട്ടാ. അതാ അവനാണോ ഞാൻ അടിച്ചത്? എന്നെ അടിച്ചല്ലടാ അവരടി. ഇല്ലില്ല ചത്ത. ഓ നൈസ്. ഓ നൈസ്. ഓ നൈസ്. എനിക്ക് ഇങ്ങനെ ഒന്നും കളിക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് ലാൻഡ് ചെയ്ത് കളിക്കാൻ പറ്റിയില്ല അണ്ണാ. എന്തിനണ്ണാ അയ്യോ ഞാൻ അവിടെ കോടായിരുന്നു. വാടാ 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 നോക്കിയപ്പോ ലൈഫില്ല. രണ്ടടി അടിച്ച് തിരിഞ്ഞത് മറ്റവന്മാരെ നെഞ്ചത്ത് കിട്ടി എനിക്ക്. കിടിലം കളയടാ. ആ കോൾ എല്ലാരും നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തടാ. അത് അവന്റെ കോള് പടപടോടെ എല്ലാരും വന്നു. പിന്നെ വേറെ നോക്കാനില്ല. ചന്ദ്ര POV ഉണ്ടോ? എന്താണ് ഇല്ല നമ്മളൊക്കെ ഇമ്പാക്ട് ആറില്ല അണ്ണ. ഇല്ല നമ്മളെ ചെറിയൊരു എടാ അത് പറഞ്ഞാല് കാര്യമുണ്ട് കേട്ടാ. എനിമിയുടെ ബുള്ളറ്റ്സ് ഏറ്റുവാങ്ങുക പറഞ്ഞത് ഇമ്പാക്ട് അല്ലേ? നിങ്ങൾക്ക് കൊള്ളാതെ അവനെ ഏക്കുന്നില്ലേ? അവനെ ഏറ്റുവാങ്ങുന്നില്ലേ? അതെ അതെ സത്യം സത്യം. പക്ഷെ നല്ല പൊസിഷനിലായിരുന്നു കേട്ടാ നീ. നിന്റെ വണ്ടിക്കകത്ത് രണ്ടുപേരും ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് അല്ല ഞാൻ ഇവിടെ ഈ ബസ്സിൽ ആദ്യം ഉത്തരയാണ്. എന്തൊരു റീകോയിലാ. സ്ക്രീൻ ഷേക്ക് ഈ സ്ക്രീൻ ഷേക്ക് ആണ് എനിക്കുള്ളത്. പിന്നെ ഗോഡല്ല അണ്ണാ. എനിക്ക് ഇതേപോലെ കളിക്കാൻ കിട്ടുന്നത് എല്ലാ ദിവസവും ഒരുപോലെ കളിക്കാൻ കിട്ടൂല. അതെങ്ങനെയാ സ്കൂള് വിട്ട് പോലെ പടം ഓടി വരുന്നതാണ്. പറയണോന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക്. എനിക്കൊരു POV ഉണ്ടായിരുന്നേ. ഞാൻ കാണിച്ചുതരാം. എല്ലാരും കാണിച്ചപ്പോ ഞാനിവിടെ കാണിക്കണ്ടടാ. എനിക്ക് ചോദിച്ചില്ല. സുനിമോന്റെ PO അല്ല എന്റെ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ അവിടെ പ്ലേ ഞാൻ തലതല്ലി വീഴുന്ന അടക്കമുള്ള ഒരു POV ഉണ്ട്. ഇപ്പൊ കാണിച്ചുതരാം. എന്റെ POV നോക്കി കേട്ടാ. നോക്കിയോ അല്ല രണ്ടുപേരും ഞാനാ വീഴാതിരിക്കാൻ ഇച്ചിരി മാറ്റി കുത്തിയാ മരത്തിൽ കുത്തിയത് പോലെ. അത് വാസോടായിരുന്നു. നീയാണെന്നെ മുട്ടുകാലിടിച്ചിട്ടത്. എന്നെ പേര് പറ ഡിസ്കോഡിലായിട്ടാ നമ്മള്. അയ്യോ അത് കിട്ടിയാണ്. കൊടുത്ത് അതും കൊടുത്തരണോ? അതൊരു ഏട്ടാ. എനിക്ക് ആളെ മനസ്സിലാവണില്ലടാ. അതാ ഇവിടെ വന്നപ്പോ വിട്ടടിച്ചിരുന്ന അവനെ കിട്ടാറില്ല. ആരെയൊക്കെ അടിക്കണോന്ന് കൺഫ്യൂഷൻ ആയി പോടാ. ഭയങ്കര നിങ്ങൾ കോൺഫിഡന്റ് കോണടിക്കുന്നുണ്ടപ്പോ ഞാൻ ഉറപ്പിച്ച് നിങ്ങളവിടെ മഞ്ഞുമലയാ. ഇത്
നിങ്ങൾ അവിടെ ഫൈറ്റ് എടുത്തേ ക്രിസ്മസ് സ്നോ ബോർഡാണോ ഇതിന്? നിങ്ങൾ അവിടെ ഫൈറ്റ് എടുത്തപ്പോ നമ്മൾ ഇവിടെ എത്തി. ഇതാരാന്ന് അറിയണ്ടേ? ഏറ്റവും കൊണടിച്ച ഒരു പട്ടിത്തീട്ട. ടെക്സ്റ്റൈൽസ് ഏജ് ടെസ്റ്റേഴ്സ് ആ തന്നെ അവന്റെ ഹെൽമെറ്റ് ചുമ്മാ ഇരുന്ന് കളിക്കുന്ന നോക്കാം എന്നിട്ട് താളം നോക്കാം. അല്ലണ്ണ ഇവന് മാത്രം ഉണ്ടോ, ബാക്കി ഞാൻ പറയൂല. കാരണം കാണിച്ചു വിടറാ. അണ്ണാ ഈ പിഒയും കൂടെ ഒന്ന് നോക്കണേ. ഗ്യാങ് വെടി വെച്ചിട്ടില്ല നോക്കണേ. എന്നിട്ട് അവര് പറയുന്നതെന്ന് വെച്ചാ ഗ്യാങ് ഹൗസ് വെടി വെച്ചെന്നാ. എനിക്ക് ആ കസേരയിട്ട് ഇരിക്കുന്നേ കൂടെ ഒന്ന് കാണിടാ അവൻ. ഇത് നോക്ക്. ഇത് അണ്ണാ ഇതേ മെയിൻ കാരണം ചന്ദ്രനാണേ. അതും കൂടെ കേട്ടോണേ. ഇങ്ങനെയല്ല അടിച്ച, ഇങ്ങനെയാണല്ലേ അടിച്ച. ഇതെന്തൊരു സീൻ. വലിച്ചു കൊണ്ടുപോയി കേട്ടോ അവനെ. ഞാൻ പറഞ്ഞില്ല, അടിച്ചിട്ടില്ല. എന്തിനാ അടിക്കുന്നേ? എടാ നീയല്ലടാ ഒരുത്തരെ കൊന്നേ. അത് എടാ അത് ശരിയാടാ സ്പീഡ, പക്ഷെ അവരുടെ കൂട്ടത്തിൽ ഒരുത്തരെ തല്ലിയ പിന്നെ തല്ലത്തില്ലേ? ഞാൻ അടിച്ചിട്ടില്ല, കൈയോക്കി ഓർഡർ കേട്ടോ അവൻ. ഇതിനാണ് നീ ഇത്ര ട്രിഗർ ആയത്. ഞാൻ വിചാരിച്ചു എന്റെ കൊണച്ചെന്ന് അവര്. ഉച്ചക്കുള്ള പിഒയാണ് പെട്ടു. ഇതൊന്ന് കണ്ടോണ്ണ. ഇവിടെ നിർത്തുന്നല്ലേ ഉച്ചക്കത്തെ പേര് നോക്കണേ. ഉച്ചത്തെ ഇത്രയും ആണുങ്ങളായിരുന്നു. അമ്മ എവിടാ നീ അടിക്കണേ? നീ അവനെ എനിക്ക് കാണുന്നോ? പെരുന്നാൾ അടിയട്ടാ. അറിയുന്നില്ല ഇല്ല ഇമാരെ ഏതോ ബോട്ട് റേഡിയോ ചെക്കി പിടിച്ചെടുക്കണേ. അറിയാതെ പിടിച്ചേ അല്ലയോ? എടാ ഇവിടെ ഇവിടെ ഒരുത്തനോട്ടെ ഒത്തി അറിയുന്നില്ലല്ലേ? റിയാക്ഷൻ ഒന്നും ഇല്ല. അവന്മാര് താഴെയുള്ളവനെ കാണുന്നുള്ളടാ, അവനെ അടിക്കുന്ന മൊത്തം കണ്ട. അതായിരിക്കും ലോങ് ഇവന്റെ ട്രേ. അണ്ണ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പിയോ ഈ വാറിൽ ഏറ്റവും കളിക്കാൻ കാരണം മെയിൻലി ഇവന്മാരെ കോണ. പിന്നെ ഒരു സാധനം കൂടി കണ്ടപ്പോ അത് ഓക്സിപ്പ കാണിച്ചു തരും. അത് ഓക്സിക ലൈവ് ഇട്ടോ അണ്ണാ, ഇതും കൂടി കാണണം അണ്ണാ. ഇത് നമുക്ക് എല്ലാവർക്കും പൊളിയാൻ കാരണം അണ്ണാ, നമുക്ക് എല്ലാവർക്കും പൊളിയാൻ കാരണം എടാ ഒരു മിനിറ്റാ, നമുക്ക് എല്ലാവർക്കും പൊളിയാൻ കാരണം അണ്ണാ ഈ പിഒ എണ്ണം കണ്ടു. ആ അണ്ണാ കേട്ടോ നോക്കണേ, പാസ്വേഡ് നോക്കണേ. കാണിച്ചോ അടി കൂടി കാണിച്ചു കൊടുത്തോ. നീ ഓടിയാ ഇങ്ങനെ ഇതൊക്കെ ഇട്ടായിരുന്നു അവൻ. ഇതൊന്നും അത് വെയിറ്റ് എല്ലാരും തീർന്നാണ്. അവന്മാര് ഒരു 17 പേര് വന്നോണ്ടിരിക്കുന്നോ. ഇത് സിറ്റിയിലെ ക്രോസറാണോ നീട്ടേക്കണേ? അല്ല പുറത്തത്തെ അണ്ണ ഇതാരെന്നറിയോ? ഇത് ഏജ് സ്റ്റൈൽസ്. ഇപ്പൊ ചത്തയുടെ റീ എൻട്രി ചെയ്ത് വന്നിട്ട് എന്നിട്ട് ഇടിക്കണ മനസ്സിലാ. എന്നിട്ട് നോക്കിക്കോ ഹെൽമെറ്റ് കളയും ഇപ്പൊ അല്ലേ? ഇവ കളിക്കുമായിരുന്നു മര്യാദക്ക്, വന്ന് ഇടിച്ചിട്ട് ഇവന്റെ പരിപാടി എന്താന്ന് അറിയണ, ചത്തിട്ട് വന്നിട്ട് കളിക്കണവരെ ഹെൽമെറ്റ് അടിച്ച് പൊട്ടിച്ചിട്ട് മറ്റോ മരത്ത് അടിക്കാൻ പറയും. വൺ ഹെഡ് ആണല്ലോ പിന്നെ. അപ്പൊ വൺ ഹെഡ് ആണല്ലോ. ഇതാണ് പൊളിയാൻ കാരണം. സീനില്ല കൊടുത്തല്ല. പിഒ കളയണ്ടാ, പിഒ വെച്ചാൽ കുത്താ പറഞ്ഞപ്പോ കൊണ്ടുപോയി കാണിച്ചു വിടറാ. അല്ലല്ല ക്ലോൺ ഗെയിമിംഗ് ആണോ? ബ്രാവോ ഗെയിമിംഗ്. ബ്രാവോ ലൈവ് എന്റെ ആക്കിയടാ മൊത്തം. ആണോ? അല്ല ഇപ്പോഴത്തെ അല്ലേ, നേരത്തെ അല്ലേ? നേരത്തെ അല്ലല്ല ഇത് ഇപ്പോഴത്തെ. ഇത് ക്ലോൺ ഗെയിമിംഗ്. അതാ പറഞ്ഞ നേരത്തെ. ഇപ്പോഴത്തെ പൊട്ടാ. ഇവൻ എന്തൊക്കെയാടാ പറയാനേ? ബ്രാവോ ഉണ്ട്, ലൈവ് ഉണ്ട്. ബ്രാവോ ഉണ്ടോ?
ബ്രാവോ ഉണ്ട്. 17 മിനിറ്റ് മുമ്പ് ഞാൻ ഷെയർ ചെയ്തരാം. ഈകളെ പറടാ പോടാ മൈദേ. അത് മറ്റേ അയ്യോ നീ വാസനോട് വാസനോട് അതൊന്നും പറഞ്ഞു പക്ഷെ ഇവിടെ ഉണ്ട് കണ്ടോ, ഇവിടെ നോക്കാൻ ആളുണ്ട്. പക്ഷെ മാത്രം കാണാം. മാഡിയുടെ ലൂംഫി മാഡി കിണ്ടി. ഓ ഇവിടെ സാവേജ് കുത്തിയില്ല. അവരെല്ലാരും കൂടെ ഇവരെ എടുക്കാൻ പറ്റും. കവർ കൊടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും. എല്ലാരും വരുന്നതാ. എന്റെ അമ്മ എന്തുവാണ് അപ്പുറത്തുനിന്ന് പുഷ് ചെയ്യുന്നത്. ഓക്കെ ഇവിടെ ഇത് പെട്ടു, ഇത് ആ പ്ലേസ് പെട്ടു, ആ പ്ലേസ് പെട്ടു. ഇവിടെ ഇവിടെ കവറിലോട്ട് മാറി, ഇവര് കവറിലോട്ട് മാറി. ദഗോട് കണ്ണ സ്റ്റീവ് ഇവിടുന്ന് കൊണ്ട് നോക്കി ഇവിടെ നായകന്റെ വരവ്. വട്ടത്തിൽ കവർ ചെയ്ത് കറങ്ങുന്നുണ്ട്. അതേപോലെ അവരും കറങ്ങുന്നുണ്ട്. നമുക്ക് വണ്ടിയുടെ ബാക്ക് കൊളീസിനുണ്ട് നമ്മുടെ വണ്ടിയുടെ. അത് തട്ടി കൊറേ വേണ്ടി ഞാൻ റിസിനെ കൊന്നു. താഴെ പോയിട്ട് നോക്ക്, താഴെ നോക്ക്. എടുത്തു അല്ലേ? കണ്ടികളൊക്കെ കഴിഞ്ഞ കല്യാൺ സിൽസിൽ വല്ല പോടാ എന്താ അടിയടാ അതൊക്കെ? വല്ല കല്യാണത്തിലും പോടാ ടെക്സ്റ്റൈൽസ് എല്ലാത്തിനും കത്തി വട്ടത്തിലിട്ടങ്ങ് കത്തി ബാനായോ? ഓ അളിയൻ ബോഡി എടുക്കാൻ പോയതായിരുന്നു കേട്ടോ. അപ്പൊ തന്നെ കിക്ക് ചെയ്ത് ഈ പറഞ്ഞ 4 hour ബാൻ അടിച്ചോട്ടോ.